ചുമന്ന പെൺകൊറ്റക്കുട തഴ ചാമരം താരവൃന്ദം കൊടി തോരണം ആമീകരാഭരണാദ്യലങ്കാരവും വാരുണവാഗീരഥങ്ങൾ പദ. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ എന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണോ. അപ്പോൾ അമ്മ രാമായണം വായിക്കുമ്പോൾ ഞാൻ അതിൻ്റെ 2 വരിയൊന്ന് കേൾപ്പിച്ചത് കേട്ടോ നിങ്ങളെന്നെ. ഇപ്പോൾ മറ്റേത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടിടാറുണ്ട്. ഇപ്പോൾ എനിക്ക് ചെയ്യണമെന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അമ്മ രാവിലെ വിഷ്ണു സഹസ്രനാമം ദേവി മഹാത്മ്യൊക്കെ വായിക്കാറുള്ളത് അതൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഇരുന്ന് വായിക്കാനൊക്കെ പറഞ്ഞിട്ട് വായിക്കണൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അവർക്കും ഒരു മനസ്സിൻ്റെ അടുത്ത് വെച്ചാലോ. പക്ഷേ ഇപ്പോഴും രാമായണമൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും രാമായണം വായിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞ് നമ്മോട് ഇങ്ങനെ ചോദിക്കുകയായി, അയ്യോ ഞാൻ രാമായണം വായിച്ചിട്ട് ഇത് ഏതാ മാസം ചോദിക്കും. അല്ലെങ്കിൽ പേപ്പർ എടുത്ത് നോക്കിയിട്ട് പേപ്പറിൽ മലയാള മാസമൊക്കെ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് പറയും, അയ്യോ കർക്കിടക മാസമാണോ, ഞാൻ വേഗം അകത്തേക്ക് പോകും. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ രാമായണം വായിച്ചില്ല. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു 10-25 പ്രാവശ്യം തന്നെ എന്നോട് ചോദിക്കുന്നു. തന്നെ ഞാൻ മറുപടിയും പറയും. ആൾ പറയുന്നത് കഴിഞ്ഞ വർഷം വരെ അമ്പലത്തിൽ പോയി വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടിപ്പോൾ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഞാൻ പറയണ്ടായിട്ട് നിങ്ങളുടെ അടുത്ത് അമ്പലത്തിൽ നിന്ന് അമ്മേനെ ഒന്ന് ആദരിക്കണം എന്ന് പറഞ്ഞിട്ട് ആഗസ്റ്റ് 16-ാം തീയതി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി, പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു പറയണേ. അമ്മ എല്ലാ വർഷവും വായിക്കണതല്ലേ. അപ്പോൾ അവിടുന്ന് പ്രസിഡൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് ഒന്ന് അമ്മേനെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് അപ്പം തന്നെ പോകാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോകാൻ പറ്റിയില്ല. അങ്ങനത്തെ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം എങ്ങനെയെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് ഒക്കെ വായിക്കുന്നുണ്ടല്ലോ അങ്ങനെ. അപ്പം മുഴുവൻ സമയം അങ്ങനെ എൻഗേജഡ് ആയിക്കോട്ടെ വെച്ചിട്ടാട്ടോ ഞാനും അമ്മ വായിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ദേവി മഹാത്മ്യത്തിനുള്ള നാമങ്ങളൊക്കെ അപ്പോൾ ചിലപ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടാണ്, എന്നാലും വേണ്ടിയ അങ്ങനെയൊക്കെ ഇരുന്ന് വായിക്കാൻ പറയാം. അപ്പോൾ അതൊക്കെ ഇരുന്ന് വായിച്ചോളും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എപ്പോഴും കിടക്കണം എന്നുള്ളൊരൊറ്റ ചിന്തയാണ്. അങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറയുകയാണേ, ഒരു നായാടി പറഞ്ഞിട്ട് ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ സാധാരണ അവർ വരുമ്പോൾ നമ്മളെന്തെങ്കിലും കൊടുക്കുന്ന പോലെ കൊടുത്തു. അവർ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനും കുറച്ച് തിരക്കിലായിരുന്നു. അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻസുലിൻ എടുക്കണം, അത് വീഡിയോ എടുക്കണം, ഭക്ഷണം കൊടുക്കണം, അത് എടുക്കണം, പിന്നെ അതിൻ്റെയുള്ള മെഡിസിൻ, അപ്പോൾ അതിൻ്റെ വീഡിയോ, പിന്നെ ഇൻസുലിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അങ്ങനെ പറയും. അപ്പോൾ വീണ്ടും ഞാൻ ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഞാനിങ്ങനെ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അമ്മ അതപ്പോൾ ഓഫാക്കാം. എന്താ വെച്ചാൽ അപ്പോൾ ഓർമ്മ ഒന്നും ഇൻസുലിൻ എടുത്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അവിടുന്ന് 2 സെക്കൻഡ് കഴിഞ്ഞ് മാറുന്ന വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു തിരക്കിലാണ് ഞാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ വേഗം പിന്നെ വർഗീസേട്ടനൊക്കെ പണിക്കുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കാനും അപ്പോൾ ഇത്തിരി തിരക്കല്ലേ. അപ്പോൾ ഇവർക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് അവർ പൊക്കോട്ടെ നിൽക്കുമ്പോൾ അവർ മുഖലക്ഷണം പറയാമെന്നും പറഞ്ഞിട്ട് കുറേ പറഞ്ഞു അങ്ങോട്ട് കേട്ടോ. പറഞ്ഞതിൽ ഭൂരിഭാഗം നമുക്ക് ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാനത് അങ്ങനെയാണ് ചിന്തിക്കാൻ പോയില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരുപാട് വിഷമങ്ങൾ മനസ്സിലുണ്ട്, പക്ഷേ ചിരിച്ചിട്ട് നടക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എനിക്ക് എൻ്റേതായ ഏട്ടൻ്റെ കാര്യങ്ങളും പെട്ടെന്ന് ഉണ്ടായതാണ്, വിചാരിക്കാത്ത സമയത്താണ്, തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്, അല്ലാതെ മരണസമയമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞപ്പോൾ ശരിയാണ്, നമുക്കറിയാം അങ്ങനൊരു അവസ്ഥ. പക്ഷെ നമ്മൾ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതായിട്ട് നമ്മൾ കണക്ക് കൂട്ടാതെ നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് കേട്ടോ, ഇല്ല ഞാൻ പറയണില്ല. പക്ഷേ പിന്നീട് എനിക്കറിയാം, അവർ പറയും ഞാൻ നോക്കിയിട്ട് പറയാം ഇരിക്കൂ എന്നൊക്കെ പറയും. പിന്നെ കൂടുതൽ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. കൂടുതൽ പൈസ കൊടുക്കണോണ്ടോ നോക്കണോണ്ടോ ഒന്നും വിരോധം ഉണ്ടായിട്ടില്ല. ഒന്നാമത് എനിക്ക് നേരമില്ല. രണ്ടാമത് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ചിലപ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നും എന്തായാലും കേൾക്കില്ല. എനിക്ക് നല്ല ഉറപ്പാണ്, 100% എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ വെറുതെ നമ്മൾ അല്ലെങ്കിൽ തന്നെ ആദ്യം പിടിച്ചിരുന്നിട്ട് പിന്നെ ഇങ്ങനെയും കൂടി കേട്ടിട്ട് അതിനും കൂടി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശരിക്കും മാസ്റ്റർ പറയാം, സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നുണ്ട്, നാമം ചെല്ലുന്നുണ്ട്, നിങ്ങൾ എന്തും ദൈവത്തിനെ വിളിച്ചിട്ടേ ചെയ്യുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പക്ഷേ അതൊന്നും ഒരു കാര്യമില്ല, ഒരു ദൈവങ്ങളും ഒന്നും കേൾക്കാത്ത പോലെയാണ്, ഇങ്ങനെയാണ് അവസ്ഥ അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടി പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ നിന്നെ കേട്ടിട്ട് ഇനിയും മാനസിക വിഷമം ഉണ്ടാക്കണേ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, ഞാൻ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അതുപോലെ കൈ നോക്കിയിട്ട് പറയാനുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഈ കൈ നോക്കുന്നതും അല്ലെങ്കിൽ ജാതകം നോക്കുന്നതും ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്, പുച്ഛിക്കുന്നവരുണ്ട് അല്ലേ.
അപ്പോൾ ഞാൻ ഒപ്പിക്കാനും ഇല്ല, വിശ്വസിക്കാനും ഇല്ല. പക്ഷേ പറഞ്ഞതെല്ലാം എന്തായാലും കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം എന്നോട് തിരിച്ചു പറയുകയും ചെയ്തു, ഞാൻ ഒന്ന് നോക്കായിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ആക്സിഡൻറ്റുകൾ പറ്റിയിട്ടുള്ളതും അതൊക്കെ എല്ലാം പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കൊരു വിശ്വാസം തോന്നിയിട്ടാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, നമുക്ക് നമ്മുടേതായ അവസ്ഥകൾ അറിയുമ്പോൾ മറ്റൊരു വ്യക്തിനെ ആ ലെവലിൽ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ തീർച്ചയായും അത് ഞാൻ മനസ്സിലാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലില്ല, ക്ലീനിങ് സെക്ഷനിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ദുരിതം എന്ന് പറഞ്ഞ ദുരിതം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ചത്തത് എന്ന് പറയുന്ന പോലെ തന്നെ ജീവിച്ചിരിക്കുന്നുള്ള ചേച്ചി മാനസികമായിട്ട് അതിൻ്റെ വിഷമങ്ങളോ രാവും പകൽ ജോലിക്ക് വന്നിട്ടും രാത്രിയിൽ വീട്ടിലുള്ള ഭർത്താവ് കുടിച്ചു വന്നു, പിന്നെ മകൻ കുറച്ച് വലുതായി, മകനും നല്ല കുടിയനായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നോക്കി വെക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ എത്രമാത്രം മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഏത് ദൈവത്തിനെ വിളിച്ചാലാണ് നമുക്കൊരു ആശ്വാസത പരിഹാരം കിട്ടുക, അല്ലെങ്കിൽ ഏത് ദൈവത്തിനോട് പറഞ്ഞാലാണ്, എന്ത് വഴിപാട് കഴിച്ചാലാണ് നമുക്ക് ഒരു സമാധാനം കിട്ടുക എന്ന് വെച്ചിട്ട് ഓടുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുന്നവർക്കാണ് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അല്ലാത്തവർ പറയും, എന്താ പറയുക, ആ ചേച്ചിനെ കളിയാക്കുമ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എവിടെ കല്ല് കണ്ടു അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പൈസ ഇടും, അല്ലെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പോകുമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കളിയാക്കുന്നവർക്ക് കളിയാക്കാം, അറിയുന്നവർക്കാണ് അറിയുന്നത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഈ കളിയാക്കുന്നവർ പറയുന്നത് പോലെ എവിടെ കല്ല് കണ്ടാലും കൊണ്ടുവരും. കാരണം എവിടുന്നാണൊരു മനസ്സമാധാനമായിട്ട് അല്ലെങ്കിൽ ഒരു നിവൃത്തി മാർഗം എന്ന് പറയുന്നത് എവിടുന്ന കിട്ടുക എന്നുള്ള ചിന്തയാണ് അടുത്തുണ്ടാവുക. അപ്പോൾ ആ ചിന്തയിലാണ് അവരത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കും അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ദൈവങ്ങളെ വിളിക്കുന്നത്, നമ്മളെന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും നമ്മൾ ദൈവത്തിനെ വിളിക്കുക. അപ്പം നമുക്കും നമ്മുടേതായ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒരുപാടുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവങ്ങളെ വിളിക്കുന്നത് പറ്റുന്നില്ല. ചിലപ്പോൾ പറയും, ഞാൻ തന്നെ പറയാറുണ്ട്, എൻ്റെ കൃഷ്ണ നീ എന്നെ എത്രമാത്രം പരീക്ഷിക്കണേ, അപ്പോൾ ഇങ്ങനെ പരീക്ഷണം തരാമെന്ന് വെച്ചാൽ എന്തിനാ അങ്ങനെ ജന്മം തന്നേന്നൊക്കെ ഞാൻ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഒരു ആശ്രയം പറയാൻ, അല്ലെങ്കിൽ ആ ആശ്രയം നമുക്ക് ഇല്ലാത്തത് കൊണ്ടും എന്നെന്നും ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഓരോന്നും സംഭവിക്കുന്നത് കൊണ്ടും പിന്നെ മനസ്സിനോട് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ സംഭവിച്ചതോ എന്നുള്ളൊരു ആദ്യം, അല്ലെങ്കിൽ ഇത്രയെല്ലാം സംഭവിച്ചതോ എന്നല്ല ഞാൻ ചിന്തിക്കാറ്. അങ്ങനെ നമ്മൾ ആദ്യം മനസ്സിൻ്റെ മാനസികമായ ഒരു ടെൻഷനുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ആ പോകുന്നവർക്ക്, അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോയവർക്കാണ് ഇങ്ങനെ ഞാൻ പറയുന്നതും മനസ്സിലാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് തുറന്ന് പറയാനായിട്ട് ചിലപ്പോൾ പറ്റില്ല, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. എനിക്ക് എന്നും തലവേദന ഉണ്ട്. പൊതുവെ എനിക്ക് ഞാൻ പറയാറുണ്ട്, എനിക്ക് മൈഗ്രൈൻ ഉണ്ട്, സൈനസൈറ്റിസ് ഉണ്ട്. ഇപ്പോൾ പിന്നെ പറയും വേണ്ട, കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, 10 വർഷം ചോദിക്കും. അങ്ങനെ ചോദിക്കേണ്ട പറയേണ്ട എനിക്ക് കുഴപ്പമില്ല. പക്ഷെ മെഡിസിൻ്റെ കാര്യം, ഇൻസുലിൻ്റെ കാര്യം ഞാൻ അറിയാതെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ തെറ്റി, ഞാൻ പിന്നിരിക്കാണ്ട് പോയി അടുക്കളേൻ്റെ പാത്രങ്ങൾ തെറ്റി ഞാൻ പിന്നെ നമ്മൾ സിലിണ്ടർ പാത്രങ്ങളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ തോന്നി ആരും ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മയാണ്. അപ്പോൾ ആ ഫ്രിഡ്ജിൽ നിന്ന് വേണം കുത്തി എത്ര കുത്തി എന്നുള്ളത് അവർക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഓർമ്മയില്ല. ആദ്യം ഇത് പറഞ്ഞ് ഞാൻ 10 ഇട്ടത്, പിന്നെ പറഞ്ഞ് 8 ഇട്ടത്, എന്താണ് സത്യം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലായപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ എയർ ടൈറ്റായിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ, ആമസോണിനൊക്കെ മേടിക്കാൻ കിട്ടും, പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സൂക്ഷിക്കാനായിട്ട് ഞാൻ മേടിച്ചിട്ടതാണ്. അപ്പോൾ ആമസോണിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ച് സൂക്ഷിക്കാനായിട്ട് ഞാൻ 4 ബോക്സുകൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എയർ ടൈറ്റ് ആയിട്ടുള്ളതാണ്. അതിൽ ഞാൻ നമ്മുടെ മെഷീനുകളാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ എന്തെങ്കിലും നമ്മൾ തൈരിൻ്റെ ഡബ്ബകളിലോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഡബ്ബകളിലോ കാക്കി വെക്കുമല്ലോ, കറികൾ വായിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കാക്കി വെക്കില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ വെക്കും. അപ്പോൾ അമ്മയ്ക്ക് ഒട്ടുനോട്ടത്തിൽ കാണില്ല, കിട്ടില്ല. അതാണ് ഒരു ആശ്രയം. ഇപ്പോൾ എവിടെ വെക്കണം എന്നുള്ളത് അറിയില്ല. ഇപ്പോഴും പോയിട്ട് ഫ്രിഡ്ജൊക്കെ തുറന്നു, പക്ഷേ സാധനം എവിടെയെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ എവിടെ ഇരിക്കണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്നോട് പറയും, ഫ്രിഡ്ജിൽ ഞാൻ നോക്കി എനിക്ക് കിട്ടിയില്ല, ഫ്രിഡ്ജിൽ നിറച്ച സാധനങ്ങളാണ്, എൻ്റെ ഇൻസുലിൻ കാണാനില്ല. അപ്പോൾ നീ എവിടെ ഇൻസുലിൻ വെച്ചേക്കണത്, ഇൻസുലിൻ എടുത്ത് തായോ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് സംഭവിക്കുന്നുണ്ട്, എനിക്ക് ഓർമ്മ കുറയുണ്ടോ എന്ന് തോന്നുന്നുണ്ട്, ഞാൻ കറക്റ്റ് ടൈമിലൊക്കെ ഇൻസുലിൻ കിട്ടിയിട്ടാണെന്നാണ് എനിക്കൊരാളും പറഞ്ഞു
ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മക്കളുണ്ട് തോന്നുന്നു അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ ഇൻസുലിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് പേടിയാണ്. കാരണം കുട്ടിയെ എത്ര എടുത്ത് കുത്തിയേക്കണം എന്നുള്ളത് പറയാൻ നമുക്കറിയില്ല, അല്ലെങ്കിൽ എത്ര എടുത്ത് കുത്തുന്നു എന്നുള്ളത് അറിയില്ല. നമ്മൾ സാധാരണ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ, അല്ലെങ്കിൽ ഡോക്ടർ എന്നോട് പറയും എത്രയൊക്കെ നോക്കിയിട്ട് ജോലി കൊടുത്തോളൂ, ഞാൻ ഇത്ര അളവ് ഞാൻ പറയുന്നില്ല, അപ്പോൾ എത്ര ഷുഗർ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പോയിൻ്റാണ് കൊടുക്കുന്നത്. ആ അത്യാവശ്യം നല്ലൊരു അളവിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഇങ്ങനെ അമ്മ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും കുത്തി എന്നത് അറിയില്ല, അതിന് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ലോ ആ ഒരു പേടി, ആ ഒരു മാനസികാവസ്ഥ എന്താണെങ്കിലും എനിക്ക് പറയാനായിട്ട് അറിയില്ല, അതെങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. അതുപോലെ ബാത്റൂമിലേക്ക് ഇപ്പോൾ തന്നെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്, ഞാൻ കുടിച്ച് കൊണ്ടിരിക്കുന്നത് കുറച്ച് അങ്ങനെ പോകുന്നിട്ട് ഇത് തന്നെ. അപ്പോൾ വാതിലടക്കണ്ട അങ്ങനത്തെ പറഞ്ഞു, ആദ്യം വാതിലടക്കാം. അപ്പോൾ ഞാൻ എനിക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിയാനായിട്ടോ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് അവിടുന്ന് നമ്മൾ മറ്റൊക്കെ കൊണ്ടുപോയി ആ ഇരുത്തിയ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് എവിടേക്ക് പോകുന്നത് എന്നുള്ളത് എനിക്ക് നോക്കണം. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഞാൻ ആ ചെടിത്തടത്തിൽ മുളകിൻ്റെ വിത്ത് ഞാൻ നല്ല പാവിടുമല്ലോ, നമ്മൾ മേടിക്കുന്ന പച്ചമുളകിൻ്റെ. അപ്പോൾ അതൊക്കെ പാവിട്ടിട്ട് അതിൻ്റെ മുളകുണ്ടായിട്ട് കുറച്ച് ചീനിമുളകൊക്കെ ഉണ്ടായി. അപ്പോൾ ആ തൈകളൊക്കെ ഞാൻ പറിച്ച് നട്ട് വെച്ചിട്ടാണ്. ഒരെണ്ണം മാത്രം അത്യാവശ്യം ഞാനത് കാണാതെ ഒരു ചെടിയുടെ ഇടയിലുണ്ടായിരുന്നു, അപ്പോൾ അത് കാണാതെ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്താ സിറ്റൗട്ടിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുളക് ചെടിയുടെ മുകളിൽ ചിലപ്പോൾ ഒരെണ്ണം പഴുത്തിട്ട് കാണാം, അല്ലെങ്കിൽ 2-3 മുളക് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് പൊട്ടിക്കാനായിട്ട് ആളുകളുണ്ട്. അപ്പോൾ ആളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ആൾക്ക് അറിയണില്ല. ആൾക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴും ആള് പഴയ ഒരു ഓർമ്മയിലാണ്. അതായത് നല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല ഉഷാറാണ്, ആ ഒരു ചിന്തയാണ് മനസ്സിൽ. പക്ഷേ ശരീരം കൊണ്ട് അങ്ങനെ എത്താൻ പറ്റില്ല എന്നുള്ളത് ആൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കണ്ണ് തെറ്റിയിട്ട് സിറ്റൗട്ടിൽ വേഗം ഇറങ്ങിയിട്ട് നമ്മളത് വിൽക്കാനായിട്ട് പോകും. അപ്പോൾ ഇറങ്ങുന്നത് കൊണ്ടോ പോകുന്നത് കൊണ്ടോ അല്ല, നമ്മൾ ആരും ഇല്ലാതെ ആകുമ്പോൾ നാളെ വീണ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഞാൻ ചായ കൊടുക്കാനായിട്ട് നിർത്തിയിട്ട് സിറ്റൗട്ടിൽ എടുത്ത് ഞാൻ പോകുന്നതാണ്. ചായ എടുത്ത് ഞാൻ തിരിച്ചിരുന്നില്ല, അങ്ങനെ പോയിട്ട് വീഴും. അപ്പോൾ ഇതുപോലെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ച് കൈ പ്രായമായിട്ട് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ല. ഞാനോ എനിക്ക് ശരീരം കൊണ്ട് വയ്യാത്ത വ്യക്തിയാണ്. അപ്പോൾ മാനസികമായിട്ട് നമ്മളിങ്ങനെ ഓവർ ടെൻഷൻ ആവുക വെച്ചാൽ ഓവർ ടെൻഷനല്ല, ഓവറായിട്ട് നമ്മൾ കെയർ ചെയ്യുകയല്ല. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ട് എനിക്ക് മനസ്സുകൊണ്ടും വയ്യ, ശരീരം കൊണ്ടും വയ്യ, ശാരീരികമായിട്ട് എനിക്ക് വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മുടേതായ രീതിയിൽ നമ്മളെന്തെങ്കിലും എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ നോക്കാനായിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല, നമ്മുടെ ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ സമയങ്ങളിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ ചോറിനെ കൊടുത്ത് തുടങ്ങി ഇരുത്തി മാറ്റി നമ്മൾ ചോറ് കൊടുക്കാൻ പോകുന്നു. ചിലപ്പോൾ അത് കഴിക്കുന്നുണ്ടോ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇൻസുലിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 മണിക്ക് നമുക്ക് ചായ കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ രാത്രി 7:30 ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായക്ക് എന്തെങ്കിലും സ്നാക്സ് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നില്ല, മറ്റൊരു ബ്രെഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ബ്രെഡ് ഷുഗർ കൊടുക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഒരു തരുമ്പ് പോലും എനിക്ക് എൻ്റേതായിട്ടുള്ള സമയം മാറ്റാനായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടില്ല, പറ്റണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഞാനൊരു പേഷ്യൻ്റായി മാറുമെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. കാരണം അമ്മയ്ക്ക് ഷുഗറുള്ളതുകൊണ്ട് പറയാൻ പറ്റിയ പാരമ്പര്യം, വേണ്ടാത്തതെല്ലാം എനിക്ക് കിട്ടും, അപ്പോൾ വേണ്ടതെല്ലാം കിട്ടില്ല. അപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കും, വേണ്ടാത്തതെല്ലാം കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആവാൻ ഞാൻ പറയാൻ പറ്റിയ പാരമ്പര്യം എനിക്ക് പാരമ്പര്യം സ്വത്തായിട്ട് കിട്ടാമായിരിക്കും. അങ്ങനെ കുറച്ച് വിവരമുള്ള ആൾക്ക് എനിക്ക് തോന്നുന്നു കേട്ടോ, എൻ്റെ മനസ്സിൽ ഞാൻ തോന്നുകയാണ് വിവരമില്ലാത്തൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. കുറച്ച് വിവരമുണ്ട്, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു അനുഭവം എനിക്കങ്ങനെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കല്ല് കണ്ടിടത്തൊക്കെ പൈസ കൊണ്ടിടും, കല്ല് കണ്ടിടത്തൊക്കെ പൂവ് കൊണ്ടിടും പറഞ്ഞാൽ നമ്മളും ഏത് വഴിക്കാണ് നമുക്കൊരു സമാധാനം കിട്ടുക, ഒരു ശാന്തത കിട്ടുക, അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുക എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മളും ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരെ കളിയാക്കിയിട്ട് കാര്യമില്ല. ഓരോരുത്തരും മാനസികാവസ്ഥ ഓരോ രീതിയിലാണ്. പിന്നെ എല്ലാവർക്കും ചിലവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം നെവർ മൈൻഡായിട്ട് വിട്ടിട്ട് ജീവിക്കാനും അവിടെ ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ ജീവിക്കാനും കഴിയും. എനിക്കങ്ങനെ പറ്റില്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ
ഞാൻ ഊണും ഉറക്കും അല്ലെങ്കിൽ എൻ്റെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞാൻ ആ ഒരു വ്യക്തിനെ ആരായിരുന്നാലും ശരി ഞാൻ ആ ഒരു വ്യക്തിനെ ശ്രദ്ധിക്കാൻ ചെയ്യുക. അപ്പം അതുകൊണ്ട് എനിക്കറിയാം അമ്മയ്ക്ക് ഷുഗർ കൂടിയാലും യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും എനിക്ക് കണ്ടാൽ അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുഖത്തെ ക്ഷീണം അല്ലെങ്കിൽ അവരുടെ ആ പെരുമാറ്റത്തിൽ ഒരു മാറ്റം എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ട് ഞാൻ നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അറിയുന്നത്. ഞങ്ങൾക്ക് അത് മനസ്സിലാവില്ല, ഇവരൊക്കെ എല്ലാവരും എന്നോട് പറയും ശരിയാണ്. പക്ഷേ ഞാൻ അത്രയും മൈന്യൂട്ടായിട്ട് നോക്കുന്നത് എന്തുകൊണ്ടല്ല, കൊണ്ട് ഓടേണ്ടതും ഹോസ്പിറ്റലാണെങ്കിൽ രാവും പകലും ഇരിക്കേണ്ടതും മാനസികമായ ഈ വിഷമങ്ങളും ടെൻഷനുകളും അനുഭവിക്കേണ്ടതും ഞാനാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു പേടി കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ അത് ധൈര്യം വിചാരിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെ പോട്ടെ ഞാൻ നമ്മൾ എന്താ ചെയ്യുക. മാനസികമായിട്ട് ഞാൻ ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം മറ്റൊരു കഷ്ടപ്പാട് കൊടുക്കാതെ രീതിയിൽ എനിക്ക് അസുഖങ്ങളൊന്നും വരാതെ ഇതാക്കി തരണമായിരുന്നു. കാരണം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ശല്യമായിട്ട് മാറാത്ത രീതിയിൽ ഉണ്ടാവട്ടെ. എന്തായാലും ഗുരുവായൂരപ്പനോടാണെങ്കിലും ശിവഭഗവാനോടാണെങ്കിലും ഒന്നേ പ്രാർത്ഥിക്കാതെ എപ്പോഴും എല്ലാം തരുന്നതൊക്കെ ഞാനിങ്ങനെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ, അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കത് മാറ്റി തരാനായിട്ട് പറ്റില്ല. നമുക്കൊന്നും അവിടെ നിന്ന് വിധി നമുക്ക് വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് മാതിരിയാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഈ ജന്മം എന്നുള്ളത്, അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ തരുന്നത് എന്തും സഹിക്കാനുള്ള കരുത്തും അത് താങ്ങാനുള്ള ആ ക്ഷമയും കാര്യങ്ങളും എനിക്ക് തരണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അതുപോലൊക്കെ തന്നെ പോട്ടെ, ദൈവങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ ദൈവങ്ങളുടെ ഒരു ശക്തി, ആ ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലമായിരിക്കാം എന്നെ മുന്നോട്ട് നയിക്കുന്ന പ്രേരകം അല്ലെങ്കിൽ പ്രതീക്ഷകളാണല്ലോ നമ്മുടെ ജീവിതം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോട്ടെ. ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ മറ്റുള്ളവർക്ക് എന്താ നടക്കണമെന്ന് ചിന്തിക്കാനോ മറ്റുള്ളവരോട് അസൂയോ അല്ലെങ്കിൽ അവർ നന്നായി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു കുശുമ്പ് തോന്നില്ല. അങ്ങനെയൊന്നും എനിക്കില്ല. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാറ് ആരെങ്കിലും നന്നായി ജീവിക്കട്ടെ, ജീവിക്കാൻ പറ്റുന്നവർ ജീവിതം ആസ്വദിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കട്ടെ. നമുക്കോ കഴിഞ്ഞില്ല, മറ്റൊരാളുടെ ദുഃഖം നമ്മൾ കാണണ്ടല്ലോ. അതുപോലെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നമുക്ക് നേരമില്ല, പിന്നെ മറ്റൊരാളുടെ കാര്യങ്ങൾ നമ്മൾ പോയി അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ പൊതുവിലും എനിക്ക് ആരോടും വിളിക്കാനും സംസാരിക്കാനും നേരമില്ല. ഒന്നാമത്തെ നേരമില്ല. രണ്ടാമത്തത് പറയും പോലെ മാനസികമായിട്ട് നമുക്ക് ആരോടും സംസാരിക്കാനുള്ളതില്ല. പക്ഷെ ചിലപ്പോൾ ചിലവരോട് ഞാൻ സംസാരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ കരുണയോട് കൂടിയിട്ട് കേൾക്കാനും നമ്മളെ ആശ്വസിപ്പിക്കാനും ചിലപ്പോൾ ആരെങ്കിലും കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ സംസാരിക്കാറുണ്ട്. അവരോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാത്തവരോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പറയുന്നത് കേൾക്കാൻ ആർക്കും സമയം ഉണ്ടാവില്ല. അപ്പോൾ ആ സമയമില്ലാത്തവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ അത്രേ ചിന്തിക്കാറുള്ളൂ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്ക് നന്ദി, നമസ്കാരം. എന്നൊരു സ്വന്തം വീണ്ടും കാണാം. ബൈ, സീ യു.